السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله أضل أعمالهم، والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. اللهم اجعل القرآن نور بصري وربيع قلبي وجلاء حزني وذهاب همي. قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وأصحابه وسلم. من صلى علي سمعته، ومن صلى نائبا بلغته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد മജീദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ബഹുമാന്യരായ സഹോദരിമാരെ, ഈ വാർഷിക പ്രഭാഷണത്തിൻ്റെ സദസ്സിൽ സർവശക്തന് സ്തോത്രം ചെയ്തുകൊണ്ട് നാം ആരംഭിക്കുകയാണ്. ഹൃദയങ്ങളുടെ സ്നേഹത്തിൻ്റെ നീതിയുടെ ലോകത്തേക്ക് നാം ഒരിക്കലൂടെ ഇതാ നമ്മുടെ കാലെടുത്ത് വെച്ച് പുതിയൊരു വസന്തോത്സവത്തെ പുൽകാൻ തയ്യാറാവുകയാണ്. എല്ലാ സ്തുതികളും നിനക്കാണ് തമ്പുരാനെ, എല്ലാ പ്രകീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ. ഇത് പ്രഭാഷണത്തിൻ്റെ സദസ്സല്ല, പ്രകീർത്തനത്തിൻ്റെ സദസ്സാണ്. അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങേണ്ട സദസ്സാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സാന്ത്വനത്തിൻ്റെ മൂല്യങ്ങളുടെ ഉണർത്തുപാട്ട് നൽകേണ്ട സദസ്സാണ്. കഴിഞ്ഞുപോയ സുഹൃതങ്ങളെ ഓർക്കേണ്ട സദസ്സാണ്. ചരിത്രത്തിൻ്റെ ഭൂതകാലത്തേക്ക് നാം ഒരിക്കലൂടെ സഞ്ചരിക്കുന്ന സദസ്സാണ്. സമകാലിക പ്രതിസന്ധിയുടെ മുമ്പിൽ നാം ഒന്നുകൂടി പ്രതിജ്ഞയോടുകൂടി നിലകൊള്ളേണ്ട സന്ദർഭമാണ്. നാം എവിടെ നിന്ന് വന്നവരാണ്? നാം എങ്ങോട്ട് പോകേണ്ടവരാണ്? മനുഷ്യൻ, പാവം മനുഷ്യൻ, സർവശക്തനെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ലോകത്തവനവൻ്റെ ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തമ്പുരാനെ, സകല സ്തോത്രങ്ങളും നിനക്കാണ്, സകല പ്രകീർത്തനങ്ങളും നിനക്കാണ്. സ്പെൻസർ എന്ന ശാസ്ത്രജ്ഞൻ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, പ്രപഞ്ചത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. വിശാലമായ പ്രപഞ്ചം, പാരിടം, പരന്നു കിടക്കുന്ന പാരിടം. ആ പാരിടത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഊർന്നിറങ്ങാൻ ആർക്ക് സാധിക്കുമോ അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ, അവൻ്റെ അറിവിലേക്ക് ഊളിയിടാൻ സാധിക്കുമെന്ന സ്പെൻസറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാം ആരംഭിക്കുകയാണ്. മഹാനായ സ്പെൻസർ സൃഷ്ടിയിലൂടെ, സൃഷ്ടിപ്രക്രിയയുടെ പഠനത്തിലൂടെ, ഗവേഷണത്തിലൂടെ സൃഷ്ടാവിലേക്കൊരു വഴി തീർക്കാൻ വെമ്പുന്ന മനുഷ്യന് മുമ്പിൽ വഴികാട്ടിയ ശാസ്ത്രജ്ഞരെ നാം ഓർക്കുകയാണ്. ഇത് മനുഷ്യ സ്നേഹത്തിൻ്റെ സദസ്സാണ്. പിരിയാൻ പാടില്ലാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെ സദസ്സാണ്. എന്നും നാം ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ട സദസ്സാണ്.
അതുകൊണ്ട് തമ്പുരാനെ, നിന്നെ ഓർക്കുന്നു തമ്പുരാനെ, നക്ഷത്രങ്ങൾക്ക് വെളിച്ചമേകിയ തമ്പുരാനെ. ഉറങ്ങാൻ പോകാറുണ്ടോ നക്ഷത്രങ്ങളെ നിങ്ങൾ? സിത്താറോം സോജാ, ഉറങ്ങുക നക്ഷത്രങ്ങളെ, താരകങ്ങളെ ഉറങ്ങുക. തൊട്ട് മീതെയുള്ള ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചവൻ അവനാണെന്ന ഖുർആന്റെ വാക്യങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. തൊട്ടുമീതെയുള്ള ആകാശത്തെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്, ഈ കാണുന്നത് യഥാർത്ഥ ആകാശമല്ല, തൊട്ടു മുമ്പിലുള്ള ഉപരിലോകം മാത്രമാണ്. ആ തൊട്ട് മീതെ കാണുന്ന ഉപരിലോകത്തെ അനുഗ്രഹിച്ച നക്ഷത്ര ദീപങ്ങളെ കൊണ്ടവൻ അനുഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഈ ലോകത്ത് അവനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്ത് പിരിയേണ്ടത്. ചോരച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, മനുഷ്യജീവൻ ഏറ്റവും വിലയില്ലാത്തതായി മാറുന്ന ഈ ലോകത്ത്, കബന്ധങ്ങൾക്ക് വേണ്ടി, വെട്ടിമാറ്റപ്പെടുന്ന ശിരസ്സുകൾക്ക് വേണ്ടി, ഒഴുകുന്ന ചോരച്ചാലുകൾക്ക് വേണ്ടി, തൂക്കിലേറ്റപ്പെടുന്ന നീതിക്ക് വേണ്ടി നാം യഥാർത്ഥ സൗഹൃദത്തിൻ്റെ, നീതിയുടെ, ജീവിത നൈതികതയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രതിജ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അതിനൊരുങ്ങുമ്പോൾ സൃഷ്ടാവിനെ ഓർക്കാൻ കഴിയട്ടെ. സൃഷ്ടാവിൻ്റെ മാർഗദർശനം എവിടെ വെച്ച് നാം കൈയൊഴിയുന്നുവോ അവിടെ വെച്ച് നാം അധപ്പതനത്തിൻ്റെ കുഴി തോണ്ടുകയാണ്. അതുകൊണ്ട് തമ്പുരാനെ, നീ തന്നെയാണ് തേട്ടം, നീ തന്നെയാണ് അഭിലാഷം, നീ തന്നെയാണ് അഭിനിവേശം. തുഹിദിൽ കിയാ റുസൂ ഹേ, നീയാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്പുരാനെ, ഹൃദയത്തിൻ്റെ തേട്ടം നീയാണ്. തുഹിദിൽ കിയാ റുസൂ ഹേ, തുഹിദിൽ കി മുദ്ദാ ഹേ, ഹൃദയത്തിൻ്റെ തേട്ടം നീയാണ്, ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയും നീയാണ്. തുഹിദിൽ കിയാ റുസൂ ഹേ, നീയാണ് ഹൃദയത്തിൻ്റെ അഭിനിവേശം. തുഹിദിൽ കി മുദ്ദാ ഹേ, നീ തന്നെയാണ് തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ ആലംബവും. നീ ഇല്ലെങ്കിൽ ഈ ലോകമുണ്ടോ? നീ നിന്റെ അവദാനങ്ങളില്ലെങ്കിൽ ലോകത്ത് മനുഷ്യത്വമുണ്ടോ? ഞങ്ങൾ 10,000-അല്ല നൂറ്റാണ്ടുകൾക്ക് പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ട് മൂല്യങ്ങളുടെ ഒരു ലോകം പണിയാൻ ആഗ്രഹിക്കുന്നു തമ്പുരാനെ. അതിന് നിന്റെ പ്രമാണങ്ങളിലേക്ക്, നിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു തമ്പുരാനെ. തുഹിദിൽ കി ആർസൂ ഹേ, തുഹിദിൽ കി മുദ്ദാ ഹേ, നീ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും തമ്പുരാനെ. ഉസ്മേ ക്യാ കമീ ഹേ യാ റബ്ബ്, ജിസേ തേരാ ആസ്രാ ഹേ, നിന്നെ ആശ്രയമായി സ്വീകരിച്ചവന് എന്തിൻ്റെ ക്ഷാമമുണ്ട് തമ്പുരാനെ, എന്തിൻ്റെ കമ്മിയുണ്ട് തമ്പുരാനെ. മനുഷ്യന്റെ ശരീരത്തിൽ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിന് മുമ്പിൽ മനുഷ്യന്റെ മാന്യത ഉയർത്താൻ, അവന്റെ ജീവന്റെ വില ഉയർത്താൻ ഞങ്ങൾ നിന്റെ മാർഗദർശനത്തെ ആലംബമാക്കുന്നു തമ്പുരാനെ. അറിവ് ധിക്കാരമായ ഒരു നൂറ്റാണ്ടിൽ ശ്രീശങ്കരൻ പറയുകയുണ്ടായി, ലോകത്തോട് ജ്ഞാനേന കൈവല്യപ്രാപ്തി എന്ന്. ജ്ഞാനമാണ് കൈവല്യം, അറിവാണ് മോക്ഷം, അറിവിലൂടെയാണ് വിജയം. ഇത് ലോകത്തൊരുപാട് മഹത്തുക്കൾ മനുഷ്യനെ പഠിപ്പിച്ചു. അറിവുണ്ടെങ്കിൽ കൈവല്യമാണ്, അറിവുണ്ടെങ്കിൽ സൗഭാഗ്യമാണ്, അറിവുണ്ടെങ്കിൽ ആനന്ദമാണ്, അറിവുണ്ടെങ്കിൽ അന്ധകരണത്തിന് വസന്തമാണ്, അറിവുണ്ടെങ്കിൽ പുതിയ ലോകമാണ്, അറിവുണ്ടെങ്കിൽ അറിയപ്പെടാത്ത ഖജനാവുകളുടെ താക്കോലുമായിട്ട് പുതിയ ഒരു ലോകത്തിൻ്റെയല്ല, ഒരുപാട് ലോകങ്ങളുടെ ഭൂമികയിലേക്ക് പ്രവേശിക്കുകയാണ്. അറിവുണ്ടെങ്കിൽ നക്ഷത്രം കൈപ്പിടിയിലാണ്, അറിവുണ്ടെങ്കിൽ കടലിന്റെ അഗാധതയിലെ മീൻകുഞ്ഞിന്റെ അന്നം പോലും നമ്മുടെ പഠന പുസ്തകത്തിലെ വിഷയമാണ്. അറിവുണ്ടെങ്കിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന നക്ഷത്രത്തിന്റെ ലോകം നമ്മുടെ അടുത്താണ്.
എല്ലാം നമുക്ക് പ്രാപ്യമാണ്. പക്ഷേ ഈ നൂറ്റാണ്ട് മഹത്തുക്കളുടെ ആ വാക്കുകളും തിരുത്തുകയാണ്. അറിവ് കൊണ്ടും കാര്യമില്ല, അറിവ് ധിക്കാരമാകുന്നു, അറിവ് അധികാരമാകുന്നു, അറിവ് ആധിപത്യമാകുന്നു. അറിവുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് മടിയില്ല. അതുകൊണ്ട് വഴിതെറ്റുന്ന ശാസ്ത്രത്തെ നൈതികതയുടെ ഭ്രമണമണ്ഡലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, കത്തിയെടുക്കുന്ന രാഷ്ട്രീയത്തെ മനുഷ്യന്റെ വിലയുള്ള ഒരു ലോകത്തേക്ക് നയിക്കാൻ, പുതിയ ഒരു നവജാഗരണത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ, എല്ലാ മതങ്ങളിലും ദർശനങ്ങളിലും സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും നൈതികതയുടെ ഒരു നവജാഗരണത്തിലേക്ക് ക്ഷണിക്കാൻ സമയമായി. അതുകൊണ്ട് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ റമദാനിന്റെ അനുഗ്രഹത്തിന്റെ ഈ രാവിൽ നാം പ്രാർത്ഥിക്കുക. തൗഹീദിൽ കിയാ ആർസൂ ഹേ, तू ही दिल की मुद्दा है. നീ തന്നെയാണ് ഈ ഹൃദയത്തിന്റെ വിളി തമ്പുരാനെ. നീ വിശ്വാസമില്ലെങ്കിൽ ലോകം പിന്നെ എന്താണ്? നീതിത്തുലാസിന്മേലാണ് ലോകം സ്ഥാപിതമായത്. നീതിത്തുലാസ് എവിടെ വെച്ച് നഷ്ടമാകുന്നുവോ അവിടെ മനുഷ്യന്റെ ദുർഗതി ആരംഭിക്കുകയാണ്. വിളമ്പി വെച്ച കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകൻ അല്ല, മകന് വേണ്ടി വിളമ്പി വെച്ച കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാവ് കഞ്ഞിപ്പാത്രത്തിന്റെ കഞ്ഞിച്ചട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വെട്ടിമാറ്റപ്പെട്ട മകന്റെ മൃതദേഹമാണ്. എവിടെയാണ് മനുഷ്യൻ? എവിടെയാണ് മനുഷ്യത്വത്തിന്റെ വില? അതുകൊണ്ട് ഉസ്മേ ക്യാ കമീ ഹേ യാ റബ്ബ് ജിസേ തേരാ ആസ്റാ ഹേ, മേരെ നഗ്മേ തറബ് ലൈ തരീ ലൈ. എന്റെ തേട്ടത്തിന്റെ ഗാനം സർവശക്തനേ നിന്റെ ലയമാണ്. മനുഷ്യനെന്ന എന്റെ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിന്റെ നിന്റെ ശ്രുതിലയമാണ്. സർഗമാണ്, സംഘമാണ്, ധർമ്മമാണ്. പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളം തുടികൊട്ടുന്ന നിന്റെ നീതിയാണ്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ഗ്രന്ഥമിറക്കി തന്ന ഞാൻ നിങ്ങൾക്കൊരു നീതിത്തുലാസും അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നീതിത്തുലാസ് എവിടെ വെച്ച് നഷ്ടമാകുന്നുവോ, നീതിയെ നഷ്ടപ്പെടുത്തുന്ന മതം ലോകത്തിനാപത്ത്, നീതിയെ കൈവടിയുന്ന രാഷ്ട്രീയം ലോകത്തിനാപത്ത്, നീതിയെ കൈവടിയുന്ന കലാബോധം മനുഷ്യനാപത്ത്, നീതിയെ കൈവടിയുന്ന സാഹിത്യമണ്ഡലം മനുഷ്യനാപത്ത്, നീതിയെ കൈവടിയുന്ന മുഴുവൻ വ്യവഹാരങ്ങളും മനുഷ്യനാപത്ത്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നൈതികതയുടെ നവജാഗരണത്തിന് വേണ്ടി പ്രാർത്ഥന നിമഗ്നരാകാൻ നമ്മളിതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മേരെ നഗ്മേ തറബ് തരീ ലൈ, എന്റെ തേട്ടത്തിന്റെ രാഗം നിന്റെ ലയമാണ് തമ്പുരാനെ. തരീ സദാ ഹേ, ഈ മുഴങ്ങുന്ന നിന്റെ നീതിയുടെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുകയാണ് തമ്പുരാനെ. യെ തെരീ നായതേ ഹേ മുझे जो कुछ भी आता है, എനിക്കെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലെല്ലാം നിന്റെ അനുഗ്രഹങ്ങളും ദാനവുമാണ് തമ്പുരാനെ. तू ही चांद में निहा है, तू ही फूल में बसा है. നീ തന്നെയാണ് ചന്ദ്രനിൽ പോയി പ്രശോഭിക്കാനുള്ള വെളിച്ചം നൽകിയത്, ചന്ദ്രന്റെ ശോഭ നീ തന്നെയാണത്. മാത്രമല്ല തമ്പുരാനെ, तू ही फूल में बसा है, നീ തന്നെയല്ലയോ പൂവിൽ പാർക്കുന്ന പൂന്തേൻ നുകരാൻ വരുന്ന പ്രാണിയുടെ ജീവന്റെ പിന്നിലെ തുടിപ്പ് പ്രദാനം ചെയ്തതും നീ തന്നെയല്ലേ തമ്പുരാനെ. തെരെ ഹുസ്ന കേ യേ ജൽവേ തെരെ നൂർ കീ ദിയാ ഹേ, ഈ കാണുന്ന സൗന്ദര്യമണ്ഡലങ്ങളെല്ലാം നിന്റെ വെളിച്ചത്തിന്റെ ഒരു ദീപമല്ലയോ തമ്പുരാനെ. കണ്ണ് ചിമ്മി തുറക്കുന്ന നക്ഷത്രങ്ങൾ, അതിന് നടുക്ക് കത്തിജ്വലിക്കുന്ന ചന്ദ്രബിംബം, വിശാലമായ കടൽ, കടലിന്റെ തിരമാലയുടെ ഗാനം, ആ തിരമാലയുടെ ഗാനങ്ങളെല്ലാം മുഴങ്ങുന്ന ഈ ലോകത്ത് എല്ലാം നിന്റെ സ്വരമാണ്, ലയമാണ്, രാഗമാണ്, താളമാണ്. അതിനുകൊണ്ട് നിന്റെ രാഗതാളങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. तू ही दिल की आरज़ू है, तू ही दिल की मुद्दा है,
ഹൃദയത്തിന്റെ ആഗ്രഹവും തേട്ടവുമായിട്ട് ഞങ്ങൾക്കടുക്കലേക്ക് അണയണേ തമ്പുരാനെ. നോമ്പ് നോറ്റു വന്നെത്തുമ്പോൾ നാം നോമ്പിന്റെ വ്രതത്തിന്റെ ഈ സന്ദേശത്തെ നുകരുക. എല്ലാം ആവേശമായി മാറുന്ന ഈ ലോകത്ത് അവബോധം പണിയാൻ കൈകോർത്ത് പിടിക്കുക. എല്ലാം വെറും ആവേശം. ഏത് രീതിയിലുള്ള ആവേശം? നശീകരണത്തിന്റെ ആവേശം. എല്ലാം നശീകരണത്തിന്റെ ആവേശമായി മാറുന്ന ഈ ലോകത്ത് നിർമ്മാണത്തിന്റെ ഒരു പുതിയ ലോകത്തേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കണം. നോമ്പ് നോറ്റ് ദൂരങ്ങളിൽ നിന്നെത്തിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നോമ്പ് തുറക്ക് ശേഷം അത്താഴത്തിന് മുമ്പുള്ള റമളാനിലെ രാത്രി നാം പ്രഭാഷണത്തിനല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമ്മേളിച്ചിരിക്കുകയാണ്. വിശ്വപ്രവാചകനെ, വിശ്വവിമോചകനെ, വിശ്വ അനുഗ്രഹമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ അവദാനങ്ങൾ ഓർത്തുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. ഇത് റമളാനിന്റെ മാസം, ഖുർആനിന്റെ മാസം. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദ്. ഖുർആനും റമളാനും ദാസനായ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നാളെ നോമ്പ് പോയി അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, റബ്ബി ഇന്നി മനഅതുഹു അത്അമ വശറാബ ഫിന്നഹാർ. അല്ലാഹുവേ, ഈ മനുഷ്യന് പകൽ സമയത്ത് അന്നവും കുടിയും ഞാൻ വിലക്കി എന്ന് നോമ്പ് നോറ്റവന് വേണ്ടി നോമ്പ് ശുപാർശ ചെയ്യുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ടാണ് ഈ മദീനയിലേക്കുള്ള പാത ഹുബ്ബുൻ നബിയുടെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ഹുൻ നബിയുടെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബിയുടെ സലാത്തിന്റെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് റമളാനിന്റെ രാത്രിക്ക് വേണ്ടി നാം ഇച്ഛിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും അസ്സിയാമു വൽ ഖുർആനി യശ്ഫഅനി ലിൽ അബ്ദ്. ഖുർആനും നോമ്പും അടിമക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നോമ്പ് പോയിട്ട് അല്ലാഹുവിനോട് പറയും, റബ്ബി ഇന്നി മനഅതുഹു അത്അമ വശറാബ ഫിന്നഹാർ. അല്ലാഹുവേ, ഈ നോമ്പുകാരന്റെ പകൽ സമയത്ത് അവന്റെ തീറ്റയും കുടിയും ഞാൻ അവന് തടഞ്ഞവനാണ്. ഫശഫിഅനി ഫീ, അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എന്നെ ഒരു ശുപാർശകനാക്കേണമേ എന്ന് പരിശുദ്ധ റമളാൻ, ആ റമളാനിനെ പാലിച്ച അടിമക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിൻ മുമ്പിൽ ശുപാർശക്കെത്തുമെന്ന് ലോകത്തിന്റെ ഗുരുനാഥനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അപ്പോഴേക്ക് ഖുർആനും ശുപാർശക്കെത്തും. വയഖൂലുൽ ഖുർആൻ, പരിശുദ്ധ നബി വിളംബരം ചെയ്യുകയാണ്. ഖുർആൻ പറയും, റബ്ബി മനഅതുഹുൻ നൗമ ബില്ലൈൽ. അല്ലാഹുവേ, രാത്രി ഞാൻ ഈ മനുഷ്യന് ഉറക്ക് വെടിഞ്ഞവനാണ്. പാതിരാത്രി ഉറക്കളച്ച കണ്ണുകളുമായിട്ട് ഖുർആന്റെ അക്ഷരങ്ങളിലൂടെ ദൈവിക വിജ്ഞാനത്തിന്റെ വിളംബരത്തിന്റെ വെളിപാടിന്റെ വെളിയാളത്തിന്റെ മൊഴിമുത്തുകളിലൂടെ കടന്നു പോയവനാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് ഫശഫിഅനി ഫീ, ഈ ആൾക്ക് വേണ്ടിയിട്ട് എന്നെ ശുപാർശകനായി സ്വീകരിക്കണമേ എന്ന് റമളാന് ശേഷം ഖുർആനും ശുപാർശ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. ഫശഫഅൻ, അങ്ങനെ രണ്ടുപേരുടെയും ശുപാർശ ആ വ്യക്തിയുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. നാം ആ നോമ്പും ഖുർആനും തമ്മിൽ ഇവിടെ ഈ അന്ധതയിൽ നിന്ന് നൈതികതയിലേക്ക് എന്ന വിഷയത്തിൽ അതിന്റെ സമന്വയത്തിന്റെ വേദിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയത് പാരായണം ചെയ്യുമായിരുന്ന ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നാം ഓർക്കുകയാണ്. ഖുർആന്റെ മാസത്തിൽ, റമളാന്റെ മാസത്തിൽ ഖബറിൽ കടന്നു വരുന്ന ഒരു സുന്ദരനെ കുറിച്ച് പരിശുദ്ധ റസൂൽ നമ്മെ ഓർമ്മിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ സുന്ദരൻ? ആ സുന്ദരൻ ആരാണ്? ആ സുന്ദരൻ പരിശുദ്ധ റസൂൽ അരുളി, മരണത്തിന് ശേഷം പോയി കിടന്ന മനുഷ്യൻ ഖബറിൽ പോയിട്ട് വിശ്രമിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു സുന്ദരൻ പ്രത്യക്ഷപ്പെട്ട് സുന്ദരനായ ഒരു മനുഷ്യൻ അവനെ ആശ്വസിപ്പിക്കും. ആ സുന്ദരൻ മറ്റാരുമല്ല, അവൻ പാരായണം ചെയ്ത വിശുദ്ധ വേദഗ്രന്ഥമേ ഖുർആൻ ആയിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീഥോടെ നാം ഈ വിഷയത്തിന്റെ മുഖവുരയിലേക്ക് പ്രവേശിക്കുകയാണ്. നസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം ഇറങ്ങി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ ജിബ്രീൽ ഇറങ്ങി പ്രത്യക്ഷനായി. ഫഅഖ്ബറഹു അന്നഹു സതകൂനു ഫിതൻ, നാളെ വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച്, കുഴപ്പങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹുൽ അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ വിവരമറിയിച്ചു. ആ സമയത്ത് ഖാല ഫമൽ മഖ്റജു മിൻഹാ യാ ജിബ്രീൽ, വരാൻ പോകുന്ന കുഴപ്പത്തിൽ നിന്നുള്ള രക്ഷാമാർഗം എന്താണ് ജിബ്രീലേ എന്ന് പരിശുദ്ധ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല കിതാബുല്ലാഹ്, ജിബ്രീൽ അതിന് മറുപടി പറഞ്ഞു, എല്ലാ ആപത്തുകൾക്കുമുള്ള പരിഹാരം അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. വെളിച്ചത്തിന്റെ ഗ്രന്ഥം, മാർഗദർശനത്തിന്റെ ഗ്രന്ഥം, നീതിയുടെ ഗ്രന്ഥം, എല്ലാ രീതിയിലുള്ള നന്മയുടെയും പ്രഭവമായിട്ട് അവതീർണമായ ഗ്രന്ഥം. നിങ്ങൾക്ക് നാം ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥത്തോടൊപ്പം നീതിത്തുലാസിനെ തന്നിരിക്കുന്നു. ആ നീതിത്തുലാസിനോടൊപ്പം വെളിച്ചത്തെയും നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളംബരം ചെയ്തു. ആപത്തിൽ നിന്നും കുഴപ്പത്തിൽ നിന്നുമുള്ള രക്ഷാമാർഗമാ ഗ്രന്ഥമാണ്. ദാർശനിക മഹാകവി അല്ലാമാ ഇഖ്ബാലിന്റെ വീക്ഷണത്തിൽ ഖൽബ മൂമിൻ റാ കിതാബ ശഖവതസ് ഹിക്മതശ് ഹബലുൽ വരീദ് മില്ലതസ്. ഇത് ഹൃദയത്തിന്റെ ശക്തിയാണ് ഈ ഗ്രന്ഥം. ഇത് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി ഞരമ്പ് പോലെ വിലപ്പെട്ട ഒരു മാർഗദർശനമാണ്. മനുഷ്യന്റെ കണ്ണാടി ഞരമ്പിനെ പോലെ അവന്റെ കൂടെ സഞ്ചരിക്കുന്ന, അവന്റെ അടുത്ത് കിടക്കുന്ന ഒരു മാർഗദർശനമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ എന്ന ഹക്കീമേ ഉമ്മത്ത് അല്ലാമാ ഇഖ്ബാൽ ഗാനം ചെയ്യുകയുണ്ടായി. നയിക്കേണ്ട ഗ്രന്ഥമാണത്, വഴി കാണിക്കേണ്ട ഗ്രന്ഥമാണത്. അതുകൊണ്ട് ജീവിതം വിഷമിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ നാം സ്നേഹത്തിന്റെ ഗാഥ പാടാൻ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ മദീനയിലേക്കുള്ള പാതയുടെ ഈ ഓരത്ത് നിൽക്കുമ്പോൾ നാം നമ്മുടെ കാലഘട്ടത്തെ മാത്രമല്ല, മുൻപോട്ടുള്ള കാലഘട്ടത്തേക്ക് നാം കരുക്കളെ ശേഖരിക്കേണ്ടവരാണ്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ദൗർബല്യങ്ങളെ നാം ചികിത്സിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് നാം ഉറ്റുനോക്കേണ്ടതാണ്. മനുഷ്യനെ കൊല്ലാൻ മദ്യത്തിൽ വിഷം കലർത്തി അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന പണക്കാര് ജീവിക്കുന്ന ലോകത്ത് കള്ള് കുടിപ്പിച്ചാൽ പോരാ, കുടിപ്പിക്കുന്ന മദ്യത്തിൽ വിഷം ചേർക്കണം. പൈസയുണ്ടാക്കിയാൽ പോരാ, പൈസ തന്ന് കുടിക്കുന്ന പാവപ്പെട്ടവനെ കൊന്നുകളയണമെന്ന് കൂടി വിശ്വസിക്കുന്ന മുതലാളിത്തത്തിന്റെ ലോകത്ത്, മദ്യാസക്തി ഏറ്റവും വലിയ വിഷമായി വളർന്നു വരുന്ന ലോകത്ത്, കാശ് കൊടുത്ത് ഭ്രാന്ത് വാങ്ങി കുടിക്കുന്ന മദ്യത്തിന്റെ ലോകത്ത്, കാശ് കൊടുത്ത് ഭ്രാന്തിനെ വിലക്ക് വാങ്ങുന്ന, ആ ഭ്രാന്തിനെ മദ്യമായി കുടിച്ച് കുടുംബത്തെ കുളം തോണ്ടുന്ന, മാതാവിന് കണ്ണീര് പകരുന്ന, ഭാര്യക്ക് അവസാനമില്ലാത്ത കണ്ണുനീരിന്റെ ചാലുകളെ പകരുന്ന ഈ ലോകത്ത്, വീട്ടിൽ നിന്നിറങ്ങിപ്പോയ സഹോദരൻ തിരിച്ചു വരുമ്പോൾ അവന്റെ കബന്ധങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലോകത്ത്, തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും വെട്ടിമാറ്റപ്പെട്ട കുഞ്ഞിന്റെ അറുത്ത് മാറ്റപ്പെട്ട കാലിന്റെ കഷ്ണമെടുത്ത് മുത്തം വെക്കുന്ന കേരളീയ മാതാവിന്റെ നാട്ടിൽ നാം എന്തിനെക്കുറിച്ച് പറയണം, എന്തിനെക്കുറിച്ച് ഓർക്കണം? മനുഷ്യത്വമല്ലാതെ മറ്റെന്ത് പറയണം? മനുഷ്യന് നീതിയുടെ ബോധത്തെക്കുറിച്ചല്ലാതെ, അത് ഉണ്ടാക്കി കൊടുക്കേണ്ട സംസ്കൃതിയെക്കുറിച്ചല്ലാതെ മറ്റെന്തിന് പറയണം? മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ വഴിയിലോ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ ആരോ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നിരപരാധിയായ കുഞ്ഞിന്റെ കാല് നഷ്ടപ്പെട്ട്, ആ കാല് വെട്ടിമാറ്റപ്പെട്ട്, അറുത്ത് മാറ്റപ്പെട്ട കാലെടുത്തുകൊണ്ട് അത് മൂക്കിനോട് ചേർത്ത് മുത്തം വെക്കുന്ന ഒരു മാതാവ് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അത് നമ്മുടെ മാതാക്കളെ പോലുള്ള ഒരു മാതാവാണെന്നും സഹോദരങ്ങളെ, കൊല്ലത്തിൽ ഒരിക്കലല്ല, ദിവസത്തിൽ പലവട്ടം ഓർക്കാൻ ആവശ്യമായ നീതിബോധത്തിലേക്ക് വരിക. നീതിബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട ധനമെന്ന് പഠിപ്പിക്കാൻ
ലോകത്തേക്ക് കടന്നു വന്ന നീതിയുടെ നായകനെ ഓർക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് നീതിയുടെ മുഖവുര നൽകിയ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഓർക്കാനും ആപദാനങ്ങൾ വാഴ്ത്താനും മാത്രമല്ല, എന്താണ് മതം, എന്താണ് വിശ്വാസം, എന്താണ് അനുഷ്ഠാനം, എന്തായിരിക്കണം ബന്ധങ്ങൾ, എങ്ങനെ വ്യക്തി ജീവിതം, എങ്ങനെ കുടുംബജീവിതം, ഈ കാര്യത്തിൽ സ്വയം ഒരു ഓർമ്മ നമുക്കുണ്ടാകാൻ, അതിനാവശ്യമായ ബോധത്തെ ശക്തിപ്പെടുത്താൻ, അതിനായിരിക്കണം ഈ മാതിരി സംഗമങ്ങൾ. അല്ലാത്ത കൂട്ടങ്ങൾ ശൂന്യമാണ്, ഉപകാരപ്പെടാത്ത കൂട്ടങ്ങൾ ശൂന്യമാണ്, നാളേക്ക് ഉപകാരപ്പെടാത്ത ദർശനങ്ങൾ ശൂന്യമാണ്, ഹൃദയത്തെ ശക്തിപ്പെടുത്താനുള്ള വെളിച്ചം പകരാത്ത സിദ്ധാന്തങ്ങൾ ശൂന്യമാണ്. ഈ ജീവിതം കഷ്ടപ്പെടുന്ന ലോകത്ത് നാം കഷ്ടപ്പെടാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി, നഷ്ടപ്പെടാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. നാം ഈ നൈതികതയിലേക്ക് പ്രവേശിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പതാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ യുദ്ധക്കളത്തിലേക്ക് അധർമ്മത്തെ അമർച്ച ചെയ്യാൻ, അക്രമത്തിന് അറുതി വരുത്താൻ, അക്രമത്തെ ഉച്ചാടനം ചെയ്യാൻ, മനുഷ്യർക്ക് നീതിബോധത്തിന്റെ, ധർമ്മബോധത്തിന്റെ, വിശ്വാസത്തിന്റെ, സത്യത്തിന്റെ, സമത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകത്തേക്ക്, ശുദ്ധിയുടെ ലോകത്തേക്ക് അവരെ നയിക്കാൻ, അക്രമത്തിനെതിരെ, മർദ്ദനങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ നിലകൊണ്ട ലോകത്തിന്റെ വിമോചകനെ, പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധർമ്മത്തെ അമർച്ച ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പട്ടാളച്ചിട്ടയോടെ ഒരുങ്ങിയ ആളുകളെ അണിചേർത്ത് നിർത്തുകയാണ്. അണിചേർത്ത് നിർത്തുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞുമോൻ കടന്നു വരുന്നു. റഫ്അ് എന്ന കുഞ്ഞുമോൻ കടന്നു വന്നുകൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എനിക്കും ഉഹദിലേക്ക് പോകുന്ന ഈ ധർമ്മത്തിന്റെ സേനയിൽ അംഗമാകണം, ഈ ധർമ്മത്തിന്റെ പടയാളികളിൽ എനിക്കും ചേരണം, എനിക്കും അധർമ്മത്തോട് പടവെട്ടണം. നോക്കുമ്പോൾ റഫ്അ് കുട്ടിയാണ്. മുതിർന്നവരെ തെരഞ്ഞെടുക്കുന്ന സദസ്സിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം കുട്ടികൾക്ക് പ്രാധാന്യം നൽകാതെ, കുഞ്ഞുമക്കൾക്ക് എന്ത് സ്ഥാനം, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അധർമ്മത്തിനെതിരായ പടയോട്ടത്തിൽ ഓമന മക്കൾക്ക് എന്ത് സ്ഥാനം, അതുകൊണ്ട് താൻ തിരസ്കരിക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് റഫ് എന്ന കുട്ടി തന്റെ കാലിന്റെ മടമ്പിന്മേൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ വലിയവനാണ് എന്ന് പരിശുദ്ധ റസൂലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നേരെ ചൊവ്വേ കാലിൽ മേൽ നിന്നാൽ തന്റെ ഉയർച്ചയുടെ കുറവ് കൊണ്ട്, തന്റെ വളർച്ചയുടെ കുറവ് കൊണ്ട്, തന്റെ പ്രായത്തിന്റെ കുറവ് കൊണ്ട്, തന്റെ വലിപ്പച്ച ചെറുപ്പം കൊണ്ട് തന്നെ പരിഗണിക്കാതെ തന്നെ തിരസ്കരിക്കുമോ എന്ന് ഭയപ്പെട്ട റഫ് അതാ കാലിന്റെ മടമ്പിന്മേൽ ഒരു സമയത്തും, പിന്നെ കാലിന്റെ വിരലുകളിൽ മറ്റൊരു സമയത്തും ഉയർന്നു നിന്നുകൊണ്ട് വലിപ്പം കൂട്ടി താൻ വലിയവനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് പരിശുദ്ധ റസൂലിനോട് കെഞ്ചുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കുകയാണ്, എന്നെയും കൂടി പരിഗണിക്കണേ. അങ്ങനെ റഫ്ഇനെ പരിഗണിച്ചു. റഫ് പടയാളികളിൽ അംഗമായി. റഫ് അധർമ്മത്തിനെതിരായ പടയോട്ടത്തിലെ അംഗമായി. അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ, അക്രമം വർദ്ധിച്ചു വരുമ്പോൾ അതിനെ ചെറുക്കാൻ ധർമ്മത്തിന്റെ നേതൃസ്ഥാനത്ത് വന്ന പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം യുദ്ധക്കളത്തിലെത്തിയപ്പോൾ പരിശുദ്ധ റസൂൽ അവിടെ ഒരു ടെന്റിൽ വിശ്രമിക്കുകയാണ്. അവിടുന്ന് ഒരു കൂടാരത്തിൽ വിശ്രമിക്കുകയാണ്. ധർമ്മത്തിന്റെ നായകൻ കൂടാരത്തിൽ വിശ്രമിക്കുകയാണ്. സുഗന്ധമൂറുന്ന വ്യക്തിത്വമേ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദീപമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് എന്റെ ഈ കൂടാരത്തിന് കാവൽ നിൽക്കുക? ആരാണ് ഈ രണാങ്കണത്തിൽ ഈ കൂടാരത്തിന് കാവൽ നിൽക്കുക? പുറത്ത് നിന്ന ആളുകൾ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, അതിന് ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്തു കൊള്ളാം. നോക്കുമ്പോ വളർച്ച പോരാഞ്ഞ് താൻ തിരസ്കരിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് കാല് ഉയർത്തി നിന്നുകൊണ്ട് തന്റെ വലിപ്പം കാട്ടാൻ
ഉണ്ടാക്കാൻ ശ്രമിച്ച അതേ റഫ് എന്ന കുട്ടിയാണ് പറയുന്നത്, ലോകത്തിന്റെ നായകരെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൂടാരത്തിന് ഞാൻ കാവൽ നിന്നുകൊള്ളാം റസൂലേ. കുറച്ചു കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ ആ കൂടാരത്തിൽ വിശ്രമിച്ച് രാത്രി നിദ്ര കൊള്ളുകയാണ്. പാതിരാത്രിയുടെ ഒരു വേളയിൽ അവിടുന്ന് ഉറങ്ങി എണീറ്റിരുന്നു. ജിബ്രീൽ വന്നുണർത്തിയതോ, ലോകത്തിന്റെ തിരുദൂതരെ, അങ്ങയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ തെളിഞ്ഞുവോ ലോകപ്രവാചകരെ, ധർമ്മം പഠിപ്പിക്കാൻ വന്ന തിരുദൂതരെ, അജ്ഞാനത്തിന്റെ, അജ്ഞതയുടെ, അധർമ്മത്തിന്റെ, അക്രമത്തിന്റെ, അനീതിയുടെ കണ്ടകോടാലിയായി വന്നോരേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂടാരത്തിനകത്ത് നിന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൂടെ ആവർത്തിച്ചു ചോദിച്ചു, ആരാണ് ഈ കൂടാരത്തിന് കാവൽ നിൽക്കുന്നവർ? അപ്പോൾ ഒരു ശബ്ദം കേട്ടു, സഹ്വാൻ. പിന്നെയും അവിടുന്ന് ചോദിച്ചു, പിന്നെ ആരാണ് ഈ കൂടാരത്തിന് കാവൽ നിൽക്കുന്നവൻ? രണ്ടാമതൊരു സ്വരം വന്നു, അബൂ സൽബ. മൂന്നാമതും റസൂൽ ചോദിച്ചു, ആരാണ് എന്റെ കൂടാരത്തിന് കാവൽ നിൽക്കുന്ന മൂന്നാമത്തൊരു ശബ്ദം വന്നു, ഇബ്നു അബ്ദുൽ ഖൈസ്. 3 പേരുണ്ടല്ലോ കാവൽ. പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ചോദിച്ചു, ആ 3 ഒന്ന് എന്റെ മുമ്പിലേക്ക് വന്നാലും. അവിടെ എല്ലാവരും തീ കായുന്ന പോലെ ഒരു തീ കൂട്ടിയിട്ട് അതിനകത്തിരുന്നു കൊണ്ട് അവർ ഗൂഢാലോചനകളും ആസൂത്രണങ്ങളും നടത്തുന്നത് കണ്ടു. ഞാനതിന്റെ അടുത്തേക്കെത്തി. റസൂൽ ഏൽപ്പിച്ച പണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോ ഞാൻ അബൂ സുഫിയാനെ നല്ല പോലെ കണ്ടു. തീ ആളുമ്പോ എതിരാളിയായ അബൂ സുഫിയാന്റെ മുഖം വ്യക്തമായിട്ട് കണ്ടു. ഞാൻ ആ യുദ്ധക്കളത്തിലേക്ക് അടുത്തടുത്ത് ചെന്നിട്ട് ഞാനും ആ തീക്കൂട്ടിയത്തിന്റെ ഇടയിൽ ഒരാളായിട്ടിരുന്നു. ഞാനും അവർക്കിടയിൽ ഇരുന്നു കൊണ്ട് അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർക്കിടയിൽ ആരോ ഒരാൾ പറഞ്ഞു, ആരാ നമുക്കിടയിൽ ഒരു അപരിചിതൻ വന്നിട്ടുണ്ടോ? ആരോ നമുക്കിടയിൽ വന്ന് കൂടിയിട്ടുണ്ടോ? ആരോ പുറത്തു നിന്ന് വന്ന് നമ്മുടെ കാര്യങ്ങൾ ശേഖരിക്കാനും വിവരങ്ങൾ അറിയാനും വന്ന് നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പതറിയില്ല, കാരണം എന്നെ നിയോഗിച്ചത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ്. ഞാൻ ആ സമയത്ത് യുദ്ധക്കളത്തിലെത്തിയിട്ട് അവിടെ വിളക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ പറഞ്ഞു, ആരാണ് കൂടെയുള്ളതെന്നറിയണം. അതിന് അബൂ സുഫിയാൻ പറഞ്ഞു, എല്ലാവരും അടുത്തിരിക്കുന്ന ആളെ കൈപിടിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടും ആളെ. തൊട്ടടുത്തിരിക്കുന്നവന്റെ കൈപിടിക്കുക. പുറത്തു നിന്ന് വല്ലവനും വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാനുള്ള മാർഗം അതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒട്ടും താമസിയാതെ ഞാനും എന്റെ അടുത്തിരിക്കുന്നവന്റെ കൈപിടിച്ചു. ഞാൻ എന്റെ അടുത്തിരിക്കുന്നവന്റെ കൈ പിടിച്ചതോടെ ഞാനും അവർക്കിടയിൽ ഒരുവനായി. പിന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഞാനത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. ഞാൻ മടങ്ങി വരുമ്പോഴുണ്ട് തലയെക്കെട്ട് കെട്ടിയ കുറെ ആളുകൾ, അത്ഭുത രൂപികളായ കുറെ ആളുകൾ, ശക്തന്മാരായ കുറെ ആളുകൾ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് കടന്നു വരുന്നു. ഞാൻ എണ്ണിയപ്പോ 20 ആളുണ്ട്. അവരെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല, അവരെ ഞാൻ അതുവരെ അറിഞ്ഞിട്ടുമില്ല. അവരുടെ രൂപം അത്ഭുതകരമാണ്. തലയെ കെട്ടിയിട്ട് കുതിരപ്പുറത്ത് വരുന്ന 20 ആളുകൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. അവർ എന്നോട് പറഞ്ഞു, സമാധാനമായിട്ട് പോകണേ ഹുദൈഫേ. ഞാൻ തിരിച്ചു വന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവിടുന്ന് എന്നോട് ചോദിച്ചു, ഹുദൈഫ്, എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് പറയൂ. ഞാൻ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തണുത്ത് കാറ്റ് വല്ലാതെ വീശുന്നുണ്ടായിരുന്നു. എന്റെ മേല് കോരിത്തരിച്ച് വിറകൊള്ളുന്നുണ്ടായിരുന്നു തണുപ്പ് കൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഷാള് കൊണ്ട് എന്റെ ശരീരത്തിൽ പുതച്ചു. നിന്റെ തണുപ്പ് പോകാൻ ഇതുകൊണ്ട് പുതക്കുക ഹുദൈഫേ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു. ഉടൻ തന്നെ അവിടുന്ന് മെല്ലെ ഒന്ന് ചാഞ്ഞു കിടന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മെല്ലെ കാണാതെ അവിടുത്തെ കാലുകളിലേക്ക് ചുരുണ്ടുകൂടി. ഞാൻ എന്റെ മേലിട്ടിരുന്ന അവിടുത്തെ പുതപ്പ് എന്റെ ശരീരത്തെ പുതച്ചുവെന്ന് മാത്രമല്ല, മെല്ലെ മെല്ലെ ആ കാലുകളിലേക്ക് ചുരുണ്ടു കൂടിയിട്ട് അവിടുത്തെ കാലിന്റെ പള്ളഭാഗം, കാലിന്റെ അടിഭാഗം എടുത്തുകൊണ്ട് എന്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെച്ചുവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ അവിടുന്ന് എന്റെ ശരീരത്തിലേക്ക് ആ മനോഹരമായ പാദം ചേർത്ത് വെച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നുവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു.
किस चीज की कमी है മൗലാ തെരീ ഗലി മേ. നബിയെ നിങ്ങളുടെ പട്ടണത്തിൽ എന്തിന്റെ കമ്മിയാണ്? ദുനിയാ തെരീ ഗലി മേ ഉഖബാ തെരീ ഗലി മേ. ദുനിയാവും അങ്ങയുടെ പട്ടണത്തിൽ നബിയെ, ഈ ആഖിറവും അങ്ങയുടെ പട്ടണത്തിൽ തന്നെ നബിയെ. ദീവാനഗി പെ മേരി ഹസ്തേ ഹേ അഖൽ വാലേ. നബിയെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട്, എന്റെ സ്നേഹം കണ്ടിട്ട് ബുദ്ധിയുള്ള ഹൃദയമില്ലാത്ത ആളുകൾക്ക് അത് പരിഹാസം പോലെ തോന്നി നബിയെ. റസ്താ തെരീ ഗലി കാ പൂഛാ തെരീ ഗലി മേ. അങ്ങയുടെ തെരുവിലേക്കുള്ള വഴി ഞാൻ അങ്ങയുടെ തെരുവിൽ വന്ന് ചോദിച്ചു നബിയെ. മൗതോ ഹയാത്ത് ദോനോ മേരെ തെരേ ലിയേ ഹേ. എന്റെ ജീവിതവും മരണവും അങ്ങേക്കുള്ളതാണ് നബിയെ. മർനാ തെരീ ഗലി മേ ജീനാ തെരീ ഗലി മേ. മരണവും അങ്ങയുടെ തെരുവിൽ നബിയെ, ജീവിതവും അങ്ങയുടെ തെരുവിൽ നബിയെ. അംജദ് കോ ആജ് തക് ഹം മദ്നാ സമജ് രഹേ തേ. ഇതെഴുതിയ അംജദിനെ മോശക്കാരനായിട്ടാണ് ഇന്ന് വരെ നമ്മൾ കണ്ടത്. കവി പറയുകയാണ്, ഇതെഴുതിയ എന്നെ മോശക്കാരനായിട്ടാണ് കണ്ടത്. ലേക്കിൻ മഖാം ഉസ്കാ പായാ തെരീ ഗലി മേ. പക്ഷെ അവന്റെ സ്ഥാനം എന്തെന്നറിഞ്ഞത് നബിയെ അങ്ങയുടെ തെരുവിലാണ്. ആ തെരുവിലൂടെ അള്ളാഹു നമ്മുടെ സ്ഥാനങ്ങളെ, മഹിമകളെ ഉയർത്തുമാറാകട്ടെ. ഉമ്മു സൽമാ റളിയല്ലാഹു തആല അൻഹ മുന്നോട്ട് നീങ്ങി. ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സൽമയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് പാർക്കുന്നത് ഖുബയിലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഖുബാ എന്ന സ്ഥലമുണ്ട്. ഖുബായിൽ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഹിജ്റയുടെ യാത്രയുടെ മധ്യേ അവിടുത്തെ കരങ്ങളെ കൊണ്ട് നിർമ്മിച്ച മസ്ജിദാണ്. ആ ഖുബയിലാണ് പാർക്കുന്നതെന്ന് ഉമ്മു സൽമയെ അറിയിച്ചു. അങ്ങനെ ദിവസങ്ങളുടെ വഴിദൂരം യാത്രയ്ക്ക് ശേഷം അവർ ഖുബയിലെത്തിയപ്പോൾ അവിടെ ഉസ്മാൻ ഇബ്നു തൽഹ ഉമ്മു സൽമയുടെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ വസന്തത്തിന്റെ സംഗമം പോലെ അബൂ സൽമയും ഉമ്മു സൽമയും പരസ്പരം കണ്ടുമുട്ടുകയാണ്. വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു വർഷത്തെ കണ്ണീരിന്റെ വിരഹത്തിനും ശേഷം അവർ കണ്ടുമുട്ടി അവർ സന്തോഷത്തോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ വിട പറയുകയാണ്. ഇനി നിങ്ങൾക്ക് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആണിന്റെ ദൗത്യമെന്ത് ഈ ലോകത്ത്, പെണ്ണിന്റെ ദൗത്യമെന്ത് ഈ ലോകത്ത്. ഇംഗ്ലണ്ടിലെ പെൺകുട്ടിക്ക് ഇപ്പോഴും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അഭയമാണ്. പടിഞ്ഞാറൻ ലോകത്തെ നോക്കി നാം കളിയാക്കുന്നവരാണ്, ഇംഗ്ലീഷുകാരെ നാം പുച്ഛിക്കുന്നവരാണ്. പക്ഷേ ലണ്ടനിലോ അമേരിക്കയിലോ ന്യൂയോർക്കിലോ കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ കയറിയാലുള്ള അനുഭവം ഒരിക്കലും ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പോലും നിർവാഹമില്ല. അതിനാവശ്യമായ ഒരു സംസ്കാരത്തിന്റെ ബോധം, അതിനാവശ്യമായ ആണെന്ത് പെണ്ണെന്തെന്ന ഒരു തിരിച്ചറിവ് അത് യൂറോപ്യനുണ്ട്, അത് അമേരിക്കനുണ്ട്, അത് അവിടുത്തെ വെള്ളക്കാർക്കുണ്ട്, അത് അവിടുത്തെ പൗരന്മാർക്കുണ്ട്. പെണ്ണെന്ന് കാണുമ്പോഴേക്ക് കാമവറി കാണിക്കുന്ന മൃഗമായിട്ട് അതപ്പതിക്കാൻ അവർക്ക് സാധിക്കില്ല. ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. സുരക്ഷിതത്വം തേടുന്ന സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വം ലോകത്തെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഉമ്മു സൽമാ റളിയല്ലാഹു തആല അൻഹ അവർ രണ്ടുപേരും കൂടി കുറച്ചു കാലം ജീവിച്ചു. അതിനിടയിൽ പരിശുദ്ധ റസൂലിനെ അനുഗമിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗമിച്ചുകൊണ്ട് പോയ ഒരു യുദ്ധത്തിൽ ഉമ്മു സൽമയുടെ ഭർത്താവ് അബൂ സൽമ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അബൂ സൽമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ അനുഗ്രഹം പോലെ, യാദൃച്ഛികത പോലെ ഉമ്മു സൽമയുടെ ജീവിതത്തിലേക്ക് പിന്നെ ജീവിത പങ്കാളിയായി കടന്നു വന്നതാരെന്നറിയുമോ? ആ മരുഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിന്റെ മറുകര താണ്ടാൻ ഒറ്റക്ക് യാത്ര ചെയ്ത ഈ പെണ്ണിനാലംബമായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു തൽഹ ഈ ഉമ്മു സൽമ എന്ന വിധവക്ക് ജീവിത പങ്കാളിയായി വന്നു. ഉസ്മാൻ ഇബ്നു തൽഹ അധ്വാനത്തിന്റെ മേഖലയിൽ ഒരു ദിവസം എങ്ങോ പോയി. ആ പകൽ മുഴുവൻ അധ്വാനിച്ച് ജീവിതത്തിന് വേണ്ടത് സമ്പാദിക്കാൻ പോയ സമയത്ത് ധർമ്മത്തിന്റെ മാർഗത്തിൽ സമ്പാദിക്കുന്നത് ഈ ലോകത്തേക്കും പരലോകത്തേക്കും പുണ്യമാണ്.
അത് സമ്പാദിക്കാൻ പോയ സമയത്ത് അവരുടെ ഏക മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏക മകൻ നിര്യാണം പ്രാപിച്ചു. ഉമ്മു സൽമ കുഞ്ഞിനെ കുളിപ്പിച്ചു. ഉമ്മു സൽമ കുഞ്ഞിനെ കഫൻ കുട കൊണ്ട് അണിയിച്ചു. ഉമ്മു സൽമ സ്വന്തം പോയി കുഞ്ഞിനെ കബറടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റസൂലിന്റെ അനുമതി തേടി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, ഉമ്മു സൽമയാണ് വന്നിരിക്കുന്നത്. ഉമ്മു സൽമ ഇതാ വന്ന് നിൽക്കുന്നു. ഉസ്മാൻ ഇബ്നു തൽഹ സ്ഥലത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഏക മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ മകനെ ഞാൻ കബറടക്കിക്കൊള്ളട്ടെയോ? പിതാവ് വരാൻ കാത്തു നിൽക്കണമോ? എവിടെ എപ്പോഴാണ് എത്തുകയെന്നറിയില്ല. പരിശുദ്ധ റസൂലിന്റെ അനുമതിയോടെ ഉമ്മു സൽമ സ്വന്തം മകനെ കബറിലേക്ക് ഇറക്കി കുഞ്ഞിനെ കൊണ്ടുപോയി കബറടക്കി. അന്ന് രാത്രി ഉസ്മാൻ ഇബ്നു തൽഹ യാദൃച്ഛികമായി വീട്ടിൽ തിരിച്ചെത്തി. ഉസ്മാൻ ഇബ്നു തൽഹ വന്നപ്പോൾ ഉമ്മു സൽമ കുഞ്ഞിനെ കബറടക്കിയ കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. പാത്രം വൃത്തിയാക്കി വെച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മകന്റെ നിര്യാണ വാർത്ത പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുമ്പിലിരിക്കുന്ന അന്നത്തോട് വിട പറഞ്ഞു ഓടിപ്പോയി പൊട്ടിക്കരയുമോ? ഉമ്മു സൽമ ഭയപ്പെട്ടുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, കഴിക്കുക, രസമായിട്ട് കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്തും ഉമ്മു സൽമ ചോദിച്ചു, എന്തൊക്കെയാ വിവരങ്ങൾ? ഉസ്മാൻ ഇബ്നു തൽഹ ഇങ്ങോട്ട് അന്വേഷിച്ചു, എന്തൊക്കെയാ വിവരങ്ങൾ? ഭാര്യ ഉമ്മു സൽമ പറഞ്ഞു, എല്ലാം അല്ലാഹുവിൽ തവക്കൽ. അവനാണ് നാഥൻ, അവനാണ് ആലംബം, അവനാണ് സർവശക്തൻ. അവനുണ്ടെങ്കിൽ പിന്നെ എന്ത്? ചോദിക്കുന്നവർക്ക് നൽകുന്നത് അവനല്ലയോ? പ്രാർത്ഥന കേൾക്കുന്നത് അവനല്ലയോ? ഉത്തരം നൽകാനും അവൻ മാത്രമല്ലയോ? ഏകനല്ലയോ? തമ്പുരാനല്ലയോ? സൃഷ്ടാവല്ലയോ? സംവിധായകനല്ലയോ? ആ തമ്പുരാനിൽ ആലംബമല്ലാതെ മറ്റെന്ത്? ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഉമ്മു സൽമ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന ഓർക്കണം, അന്ന് രാത്രി അവരൊന്നിച്ച് ശയ്യ പങ്കിടുകയാണ്. ശയ്യ പങ്കിടുന്നതിന് മുമ്പ് മകൻ മരിച്ച വിവരമറിഞ്ഞാൽ ഭാര്യയോടൊത്ത് ശയിക്കുന്ന നിമിഷങ്ങളെപ്പോലും സഹിക്കാൻ കഴിയാതെ ഭർത്താവ് പോയി ദുഃഖത്തിന്റെ, വിരഹത്തിന്റെ, ഏക മകൻ നഷ്ടപ്പെട്ട പ്രയാസത്തിന്റെ ആഴത്തിലേക്ക് വഴുതി വീഴുമോ എന്ന് ഭയപ്പെട്ട ഉമ്മു സൽമാ റളിയല്ലാഹു തആല അൻഹാ അർദ്ധരാത്രിക്ക് ശേഷം ഇരുവരും പിറ്റേന്ന് കാലത്ത് പ്രാർത്ഥനയ്ക്ക് എണീറ്റ സമയത്ത് ഉസ്മാൻ ഇബ്നു തൽഹയോട് ചോദിക്കുന്നു, ഉസ്മാൻ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസൽമാൻ നീ ചോദിക്കുക. അള്ളാഹുവിന്റെ റസൂലിന് പോലും ബഹുമാന്യയായ ഉമ്മു സൽമ കരഞ്ഞ് കണ്ണുനീർ വാർത്തിട്ട് ദുഃഖത്തിന്റെ രൂപമായി മാറിയ ഉമ്മു സൽമ, കണ്ണുനീരിന്റെ പീള കെട്ടിയിട്ട് കണ്ണുനീർ പീളക്കാരി എന്ന് ചരിത്രകാരൻ അവസാന കാലം വരെ വിളിക്കാൻ യോഗ്യത നേടിയ ഉമ്മു സൽമ, കുടുംബിനി ഉമ്മു സൽമ, മാതൃകാമണി ഉമ്മു സൽമ, വനിതാമണി ഉമ്മു സൽമ, മാതൃകയുടെ പ്രഭാപൂരമേ ഉമ്മു സൽമ, ജീവിതത്തിന്റെ ആലംബം പിൻതലമുറയെ പഠിപ്പിക്കാനേ ഉമ്മു സൽമ. ഉമ്മു സൽമയോട് ചോദിക്കുകയാണ്, ഉസ്മാൻ, എന്തുണ്ട് വിശേഷം? നീ എന്താണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉസ്മാൻ, അള്ളാഹു നിങ്ങളുടെ കയ്യിൽ ഒരു അമാനത്ത് ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കൂ. ആ അമാനത്ത് അല്ലാഹുവല്ല, ഇനി മറ്റാരെങ്കിലുമാണെന്ന് തന്നെ വിശ്വസിക്കൂ. ഒരമാനത്ത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. തന്നാള് ആ അമാനത്ത് തിരിച്ചെടുക്കുമ്പോ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ ഉസ്മാൻ? നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ? ഒരാളൊരു മുതല് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ആ കാലം കഴിയുമ്പോൾ, ഉദ്ദേശിക്കപ്പെട്ട സമയത്തിന്റെ ഘട്ടം കഴിയുമ്പോൾ, ആ സാധനം, ആ വിലപ്പെട്ട നിധി തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുമോ? ഉസ്മാൻ ഇബ്നു തൽഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രയാസവും കൂടാതെ മറുപടി പറഞ്ഞു, അമാനത്ത് ഏൽപ്പിച്ചവൻ തിരിച്ചു ചോദിക്കുമ്പോ എനിക്കെന്ത് പ്രയാസം? അത് എന്റേതല്ലയോ, അതവന്റേതല്ലയോ? എങ്കിൽ ഉസ്മാൻ ഇബ്നു തൽഹ, നിങ്ങൾ അറിയണം, നിങ്ങൾ പോയ സമയത്ത് നമ്മുടെ ഏക സന്താനം ഈ ലോകത്തോട് വിട പറഞ്ഞു. അവനെ തന്നതല്ലാഹു, ആ അമാനത്ത് അവന്റെ നിധി, ആ കുഞ്ഞിനെ അവൻ തന്നെ തിരിച്ചെടുത്തു. നിങ്ങൾ വരാൻ കാത്തു നിന്നില്ല ഉസ്മാൻ, ഞാൻ അവനെ കൊണ്ടുപോയി കബറടക്കുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വാക്കും ഉരിയാടാൻ കഴിഞ്ഞില്ല. കണ്ണുനീര് ചാലിട്ടൊഴുകി. അന്നത്തെ രാത്രി അവർ പങ്കിട്ട ശയ്യയിലൂടെ ജനിച്ച അബ്ദുള്ള എന്ന സന്താനത്തിന് പിന്നെ 9 മക്കളുണ്ടായതിൽ 9 പേരും ഖുർആൻ ഹിഫ്ളാക്കിയ ഖാരികളായി മാറി എന്ന് പിന്നീട് ചരിത്രകാരൻ പറയുമ്പോൾ, ആ ഭാര്യയുടെ, ആ ഭർത്താവിന്റെ, ആ കുടുംബത്തിന്റെ, ആ ജീവിത സംവിധാനത്തിന്റെ
ഇന്ന് ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്ന ലോകമാണ്. ഭർത്താവ് ഭാര്യയെ ശങ്കിക്കുന്ന ലോകമാണ്. ഒരേ മേൽക്കൂരക്ക് കീഴിൽ, ഒരേ മുറിയിൽ, ഒരേ കട്ടിലിൽ, ഒരേ വിരിപ്പിൽ കിടക്കുന്ന ദമ്പതികൾക്കിടയിൽ 1000 കാതം അകലമാണ്. ഇരുമ്പ് മറകളെക്കാൾ ശക്തമായ മറകൾക്കിടയിലാണ് അവരുടെ ദാമ്പത്യം. കാണുന്നവർക്ക് രണ്ടുപേരും ഒരു മെത്ത പങ്കിടുന്നവരാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഉള്ളിലേക്ക്, ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവ് ശത്രുവാണ്, ഭർത്താവിന് ഭാര്യ ശത്രുവാണ്. ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ വഴി തേടുമ്പോൾ പരസ്പരം പങ്കുവെക്കാനുള്ള ജീവിതത്തെ അവർക്ക് സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ, ജീവിതത്തിന്റെ മൂല്യബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒരു ഭാഗത്ത് ഭൗതികതയുടെ പ്രമത്തത, മറുഭാഗത്ത് ആത്മീയതയുടെ ഒളിച്ചോട്ടങ്ങൾ. നാം ഈ വർഷത്തെ 15ാമത് മദീനയിലേക്കുള്ള പ്രഭാഷണ വേദിയിൽ അന്ധതയിൽ നിന്ന് നൈതികതയിലേക്ക് എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ആധുനിക മനുഷ്യന്റെ ഈ സമസ്യകൾക്ക് മുമ്പിലുള്ള പരിഹാരമായി ജീവിതത്തിന്റെ നൈതികതയുടെ നവജാഗരണത്തിന് വേണ്ടി നിലകൊള്ളാൻ ഒരു പ്രതിജ്ഞ പുതുക്കുക സഹോദരന്മാരെ, സഹോദരിമാരെ. നീതിബോധം, അടിയറ പറയാത്ത നീതിബോധം ദൂർത്തുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളാൽ ഒരു കൂട്ടർ നടത്തുന്ന ദൂർത്തുകൊണ്ട് പാവങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ ലോകത്ത്, ഭൗതികമായ അതിപ്രസരം കൊണ്ട് ജീവിതം കഷ്ടപ്പെടുന്ന ഈ ലോകത്ത്, മദ്യം സാർവത്രികമായി മാറുന്ന ഈ ലോകത്ത്, കുടിച്ച് മരിക്കുന്ന പാവങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത്, പച്ചപ്പരിഷ്കാരി തന്റെ ഭാര്യയ്ക്ക് പോലും മദ്യം സൽക്കരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യന്റെ ഭൗതിക പ്രമത്തതയ്ക്ക് മധ്യേ എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് സ്വീകരിക്കണം, എന്ത് നിരാകരിക്കണം, ഇന്നത് നല്ലത്, ഇന്നത് തീയത്, ഇന്നത് നന്മ, ഇന്നത് തിന്മ. ജീവിതം ഒരു വിവേചനത്തിന്റെ തത്വശാസ്ത്രമാണ്. ജീവിതം ഒരു ഡിഫറൻഷിയേഷന്റെ ഫിലോസഫിയാണ്. ജീവിതം ഒരു വർഗീകരണത്തിന്റെ, വിഭജനത്തിന്റെ, നന്മതിന്മയുടെ വിഭജനത്തിന്റെ ഒരു മാനദണ്ഡമാണ്. ജീവിതം ഒരു അളവുകോലാണ്. ജീവിതം എല്ലാറ്റിനും മുമ്പിൽ തുറക്കേണ്ട വഴിയല്ല. ജീവിതം തിന്മയെ തച്ചുടച്ച് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രതിഭാസമാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തെ നൈതികതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ഏതുതരം നൈതികത? ഏതുതരം നൈതികത? ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടാത്ത, അന്യായമായിട്ടൊരു ജീവൻ പോലും ഹനിക്കപ്പെടാത്ത ഒരു നല്ല കാലത്തിന് വേണ്ടി. അന്നഹു മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സ്, അന്നഹു മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് فكأنما قتل الناس جميعا ومن أحياها كأنما أحيا الناس جميعا. അള്ളാഹു വിധിച്ചിരിക്കുന്നു അവന്റെ നീതിയിലൂടെ. ഖുർആൻ പറയുകയാണ്, അന്യായമായിട്ടൊരു മനുഷ്യനെ കൊല്ലുന്നവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ്.